അടുത്തൊരു വിഷയം, മൂന്നാമത്തേത് സത്യം ചെയ്യുക, അല്ലെ, അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുക എന്നുള്ളത്. അത് പല കാര്യങ്ങളും എടുത്ത് സത്യം ചെയ്യാറുണ്ട് നമ്മുടെ നാടുകളിൽ, അല്ലെ. ചില ആൾക്കാർ മാതാപിതാക്കളെ സത്യം ചെയ്യും, എന്റെ ഉമ്മയാണ് സത്യം, ഉപ്പയാണ് സത്യം എന്ന നിലക്കൊക്കെ പറയാറുണ്ട്. അതേപോലെ റസൂലാണ് സത്യം, അല്ലെ, നബിയാണ് സത്യം, കഅബയാണ് സത്യം, അതൊന്നും പറയാൻ പാടില്ല. ചില ആൾക്കാർ എന്റെ ജോലിയാണ് സത്യം എന്നൊക്കെ പറയാറുണ്ട്, അല്ലെ. ഷിർക്കിന്റെ ആൾക്കാര് ഇന്ന ജാറത്തിലുള്ള തങ്ങളാണ് സത്യം, വലിയാണ് സത്യം എന്നൊക്കെ പറയും. അത് വേറെ, അത് വലിയ ഷിർക്കാവും. ഇങ്ങനെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് ഉമ്മയെയും ഉപ്പയും ഒക്കെ അങ്ങനെ ആ നിലയ്ക്ക് സത്യം ചെയ്യുന്നത് അത് ചെറിയ ഷിർക്കായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ചെറിയ ഷിർക്കാണ്, ഷിർക്കുൻ അസ്ഗർ. അപ്പൊ അത് ചെറിയ ഷിർക്കാണ് എങ്കിൽ തിന്മയുടെ കൂട്ടത്തിൽ അത് വലിയതാണ്, ഹറാമുകളുടെ കൂട്ടത്തിൽ ഇത് വലിയതാണ് എന്ന് നമ്മൾ ഓർക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു വ്യക്തി വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യഹ്ലിഫു ബി അബിഹി, അദ്ദേഹം വാപ്പാനെ കൊണ്ട്, അദ്ദേഹത്തിന്റെ ഉപ്പയെ കൊണ്ട് സത്യം ചെയ്തു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ട ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ യൻഹാകും അൻ തഹ്ലിഫു ബി ആബായിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പിതാക്കളെ കൊണ്ട് സത്യം ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നു. ഫമൻ കാന ഹാലിഫൻ ഫൽയഹ്ലിഫ് ബില്ലാഹ്, ആരെങ്കിലും ഇത്തരം സത്യം ചെയ്യുന്നുണ്ട് എങ്കിൽ അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യട്ടെ, വല്ലാഹി ബില്ലാഹി അങ്ങനെ പറയട്ടെ, അല്ലെങ്കിൽ അള്ളാഹ്, നമ്മുടെ നാട്ടിലെ ഭാഷയിലാണെങ്കിൽ അള്ളാഹു തന്നെയാണ് സത്യം അങ്ങനെ പറയട്ടെ, ഔലി യസ്മുത്, അതല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. സത്യം പിന്നെ ആരെ കൊണ്ടും ചെയ്യാൻ പറ്റൂല, അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ സത്യം ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ്. അപ്പോ അത് നമ്മള് ഗൗരവത്തിലെടുക്കുക. ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ ഹലഫ ബിഗൈരില്ലാഹി ഫഖദ് കഫറ ഔ അശ്റക, അവൻ കുഫ്ർ ചെയ്തു അതല്ലെങ്കിൽ ശിർക്ക് ചെയ്തു എന്നാണ്. ഇത് ചെറിയ ശിർക്കാണ്. പക്ഷേ ആ അത്തരം വിശ്വാസത്തിലാണ് മറ്റുള്ള ദർഗകളെയും വലിയകളെയും അത്തരം ശക്തികളെയൊക്കെ വെച്ച് സത്യം ചെയ്യുകയാണെങ്കിൽ അത് വലിയ ശിർക്കാണ്, അല്ലെ. നമുക്ക് കാണാം നാട്ടില് ചില ആൾക്കാരോട് വല്ലാഹി പറയാൻ പറഞ്ഞാൽ കൂളായിട്ട് കളവ് പറയും. വല്ലാഹി ഒന്നും കൂടി ഉറപ്പിക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യും, ഇന്ന ജാറത്തിലുള്ള തങ്ങളെ കൊണ്ട് സത്യം ചെയ്യും. ആള് വിറച്ചു, ആള് പേടിക്കും, അല്ലെ. അവിടെ എന്തായി, ആ പേടിയും അത്തരത്തിലുള്ള സത്യം ചെയ്യലൊക്കെ അത് വലിയ ശിർക്കായിട്ട് മാറും. അപ്പൊ അത് ഗൗരവത്തിൽ നമ്മൾ കാണുക, അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ സത്യം ചെയ്യൂ.